മറ്റൊരാൾ വളരെ എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യത്തെ നിങ്ങൾ ഇതെന്ത് തേങ്ങയാണെന്ന് പറഞ്ഞ് പുച്ഛിക്കുകയും പിന്നീട് നിങ്ങൾ തന്നെ അതിന് അഡിക്റ്റ് ആയി മാറുകയും ചെയ്തിട്ടുണ്ടോ? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അന്ന് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ MBBS പഠിച്ചിരുന്ന എൻ്റെ അനിയൻ നാരൂട്ടോ എന്നൊരു ജാപ്പനീസ് വെബ് സീരീസ് കാണുമായിരുന്നു. ഞാൻ നോക്കുമ്പോഴൊക്കെ എപ്പോഴും അതിൽ കുറച്ച് റാൻഡം ഡൂഡ്സ് വന്ന് കൊച്ചു പിള്ളേരുടെ കാർട്ടൂണിലെ പോലെ മാജിക്കൽ പവേഴ്സ് ഒക്കെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നതാണ് കാണുന്നത്. വൺസ് ഞാനിത് കണ്ടു തുടങ്ങിയപ്പോഴാണ് ഇത് നോർമൽ കാർട്ടൂൺ അല്ല, മറിച്ച് വളരെ റിച്ച് ക്യാരക്ടർ ഡീറ്റെയിലിംഗും ഇമോഷണൽ ഡെപ്തും ക്യാരക്ടർ ആർക്സ് ഒക്കെ ഉള്ള ഒരു സംഭവമാണെന്ന്. അതിൽ ഓരോ ബാറ്റിൽസും ഹീറോ വേഴ്സസ് വില്ലൻ എന്ന ഫിസിക്കൽ ബാറ്റിൽസിനപ്പുറം കുറച്ച് ഐഡിയോളജികളും ഫിലോസഫികളും തമ്മിലുള്ള ബാറ്റിൽസ് ആണ്. അങ്ങനെ അഡിക്ഷൻ മൂത്തപ്പോൾ അത് ഒറിജിനൽ ലാംഗ്വേജിൽ കണ്ട് മനസ്സിലാക്കാനും അത് ബേസ് ചെയ്തിട്ടുള്ള മാംഗ വായിക്കാനും എനിക്ക് പുതിയായി. അപ്പോഴാണ് ജാപ്പനീസിനെ കുറിച്ചുള്ള ആ നഗ്ന സത്യം ഞാൻ അറിയുന്നത്. അതായത് ഈ കോമിക് ജാപ്പനീസ് സ്ക്രിപ്റ്റിൽ വായിക്കണമെങ്കിൽ ജാപ്പനീസ് ലാംഗ്വേജിൽ മിനിമം 800 ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ആൽഫബറ്റ്സ് എങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കും. ജാപ്പനീസ് ലാംഗ്വേജിന് 3 സ്ക്രിപ്റ്റ്സ് ആണുള്ളത്: ഹിരഗന, കാറ്റകാന ആൻഡ് കഞ്ചി. ഇതിൽ കഞ്ചി എന്ന് പറയുന്നത് ചൈനീസ് ലാംഗ്വേജ് പോലെ ഒരു ലോഗോഗ്രാം ആണ്. അതിലൊരു ക്യാരക്ടർ തന്നെ ഒരു വാക്കിനെയോ ഒരു ഒബ്ജക്റ്റിനെയോ ഒക്കെ ഡിഫൈൻ ചെയ്യുന്നതാണ്. ഈ 3 സ്ക്രിപ്റ്റ് മിക്സ് ചെയ്തിട്ടാണ് ജാപ്പനീസ് ലിറ്ററേച്ചറിൽ യൂസ് ചെയ്യുന്നത്. ഇതിൽ തന്നെ കാറ്റക്കാന യൂസ് ചെയ്യുന്നത് ജപ്പാന് ഫോറിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിനോട്ട് ചെയ്യാനാണ്. സോ നിങ്ങളും അനിമയൊക്കെ കണ്ടിട്ടോ അല്ലാതെയോ ഏതെങ്കിലും ഒരു കാലത്ത് ജാപ്പനീസ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോ. പ്ലസ് ജാപ്പനീസ് പഠിക്കാൻ എന്തെങ്കിലും ഇഫക്റ്റീവ് സ്ട്രാറ്റജീസ് ഉണ്ടെങ്കിൽ അതും ഒന്ന് മെൻഷൻ ചെയ്തു. അപ്പോൾ അരിഗാത്തോ ഗോസൈമാസ്.